ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കൈത്താക്കാലം 5-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ ദിശ നമുക്ക് തുറക്കാം. യേശു നമ്മെ വളരെ ഗൗരവമായ ഒരു ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ഒരു ഊമനായ മനുഷ്യനിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയപ്പോൾ സംസാരിക്കാൻ കഴിയാതിരുന്ന ആ മനുഷ്യൻ സംസാരിക്കുവാൻ തുടങ്ങുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു, എന്നാൽ എല്ലാവരും അത് വിശ്വാസത്തോടെ സ്വീകരിച്ചില്ല. ചിലർ യേശുവിനെ കുറ്റപ്പെടുത്തി, മറ്റു ചിലർ വീണ്ടും ഒരു അടയാളം ആവശ്യപ്പെട്ടു. ഇത് 2000 വർഷം മുമ്പ് നടന്ന സംഭവം മാത്രമല്ല, ഇന്നും ഇതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഒരാൾ നല്ലൊരു പ്രവൃത്തി ചെയ്താൽ ആദ്യം ഉയരുന്നത് അഭിനന്ദനമല്ല, മറിച്ച് സംശയമാണ്. ഒരു വ്യാജ വാർത്ത നിമിഷങ്ങൾക്കകം ലോകമെമ്പാടും പടരുന്നു. സത്യം അന്വേഷിക്കുന്നതിന് മുമ്പ് അത് പങ്കുവയ്ക്കുവാൻ നാം തയ്യാറാകുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം. എന്നാൽ അസത്യം മനുഷ്യനെ അടിമയാക്കുന്നു. അതിനാൽ സത്യത്തിൻ്റെ പക്ഷം നിൽക്കാതെ നമുക്ക് ധൈര്യം കാണിക്കാം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 17-ാം വാക്യം. തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ട ഒരു രാജ്യം നിലനിൽക്കുകയില്ല. ഈ വചനം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വളരെ പ്രസക്തമാണ്. ഒരു വീട്ടിൽ താമസിച്ചിട്ടും ഓരോരുത്തരും ഒരേ സ്ക്രീനിന് മുന്നിലാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം പോലും കുറയുന്നു. സംസാരിക്കുന്നതിനേക്കാൾ സന്ദേശങ്ങൾ അയക്കാനാണ് നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ അകൽച്ചകളായി മാറുന്നു. സങ്കീർത്തനം 133:1 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഹോദരങ്ങൾ ഐക്യത്തോടെ വസിക്കുന്നത് എത്ര മനോഹരവും എത്ര മധുരവുമാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും ഈ ഐക്യം സംരക്ഷിക്കേണ്ടത് ഓരോ ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവരാജ്യം ഒരു വിദൂര സ്വപ്നമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു കുടുംബം ക്ഷമിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ ദൈവരാജ്യം അവിടെയുണ്ട്. അഴിമതി നിരസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനിൽ ദൈവരാജ്യമുണ്ട്. വിശപ്പുള്ളവനെ ഭക്ഷിക്കുന്ന കൈകളിൽ ദൈവരാജ്യമുണ്ട്. ഒറ്റപ്പെട്ട ഒരു വയോധികനെ സന്ദർശിക്കുന്ന യുവാക്കളിൽ ദൈവരാജ്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. അതിനാൽ സമാധാനം വിതയ്ക്കുന്ന ഒരു ജീവിതം ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യമാണ്. പിന്നീട് യേശു വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അശുദ്ധാത്മാവ് പുറത്തുപോയ വീട് ശൂന്യമായി കിടന്നാൽ അവൻ കൂടുതൽ ശക്തിയോടെ വീണ്ടും തിരികെ വരുന്നു. ഈ ശൂന്യമായ വീട് നമ്മുടെ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപം ഒഴിവാക്കിയാൽ മാത്രം മതിയാവില്ല, ദൈവസാന്നിധ്യം കൊണ്ട് ഹൃദയം നിറയണം. ഇന്ന് പലരും ഹൃദയം നിറയ്ക്കുന്നത് മൊബൈൽ ഫോണും പണവും പ്രശസ്തിയും അധികാരവും കൊണ്ടാണ്. എന്നാൽ ദൈവത്തിന് അവിടെ സ്ഥാനം ലഭിക്കുന്നുണ്ടോ? സങ്കീർത്തനം 119:11 പറയുന്നു, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്യാതിരിക്കാനാണ്. ദൈവവചനം ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ തിന്മയ്ക്ക് അവിടെ ഇടമില്ല. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തിന്മയിൽ തോൽക്കരുത്, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവിൻ. ഇതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതവിളി. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ആരാണ്? നിൻ്റെ ഹൃദയത്തിൻ്റെ താളം എന്താണ്? ദിവസവും നാം നിരവധി ശബ്ദങ്ങൾ കേൾക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ശബ്ദം, ലോകത്തിൻ്റെ ശബ്ദം, പരസ്യങ്ങളുടെ ശബ്ദം, രാഷ്ട്രീയത്തിൻ്റെ ശബ്ദം. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? ദിവസവും ദൈവവചനം വായിക്കുന്നുണ്ടോ? കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്കായി വിശ്വാസത്തിൻ്റെ മാതൃക നൽകുന്നുണ്ടോ? പ്രാർത്ഥനയും ദൈവവചനവും വിശുദ്ധ കുർബാനയും കരുണയുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഹൃദയത്തെ ദൈവത്താൽ നിറയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം
ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യമായി മാറും. കാരണം ദൈവം വസിക്കുന്ന ഹൃദയത്തെ തിന്മയ്ക്ക് കീഴടക്കാൻ കഴിയുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നമ്മുടെ ശബ്ദത്താൽ നിറഞ്ഞ ലോകത്തിൽ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിഭജനമല്ല, ഐക്യം വളർത്തുന്നവരാകുവാനും, അസത്യമല്ല, സത്യം ജീവിക്കുവാനും, ശൂന്യതയല്ല, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും അങ്ങയുടെ സമാധാനവും സ്നേഹവും നിറയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.